ഹായ് ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ഹാപ്പിനെസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തൊരു ചെറിയൊരു ഡയറ്റ് പ്ലാനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരു ചെറിയൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ഞാനും നടത്താമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല, പക്ഷേ വിചാരിക്കാനാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വീക്ക് ഡേയ്സൊക്കെ വരുമ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പിന്നെ നല്ല തണുപ്പുമാണ്, പ്രത്യേകിച്ച് നോൺ വെജൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളത് എൻ്റെ ഡേ 1 ആണിത്. അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരിക്കലും അത് നടക്കാത്തവരുമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറക്കാം. രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നിട്ട് ഞാനിതാ 2 ബോട്ടിൽ വെള്ളം ഇവിടെ കിച്ചണിൽ വെക്കുകയെന്ന്. 3 ലിറ്റർ വെള്ളമാണിത്. 1.5 ലിറ്ററിൻ്റെതാണ് ഒരു ബോട്ടിൽ. ഇതിൽ കാണാൻ പറ്റും, കണ്ടില്ലേ? എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത് വെള്ളം കുടിക്കൽ തന്നെയാണ്. അപ്പം ഞാൻ ബോട്ടിലെടുത്ത് വെച്ച ഉടനെ തന്നെ വലിയൊരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് എഴുന്നേറ്റ ഉടനെ. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കൂടി കഴിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് കഴിക്കും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ജീരകം 2 സ്പൂൺ തലേന്ന് രാത്രി 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ എനിക്ക് മോൾക്കും കൂടി കഴിക്കാനുണ്ട്. എന്നിട്ട് രാവിലെ എടുത്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതൊന്ന് കുറുകി വരുമ്പം ഓഫ് ചെയ്ത് ഒരു ഇളം ചൂടോടെ കഴിക്കുന്നതാണിത്. അപ്പോൾ നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഏതെങ്കിലും ഒരു ടൈപ്പ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകുന്നതിന്. അപ്പോൾ ഒരുപാട് ടൈപ്പ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ ഞാനിനി കുറച്ച് ദിവസം ഏകദേശം ഒരു 1 വീക്കെങ്കിലും ഈ ഒരു ജീരക വെള്ളമാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ യൂട്യൂബിലും മറ്റുമായിട്ടൊക്കെ റിസൾട്ട് കണ്ടിട്ടുള്ളൊരു ഡ്രിങ്കാണിത്, ജീരകവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ തലേന്ന് രാത്രി ഇട്ട് വെച്ച് രാവിലെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സത്തൊക്കെ അടിഞ്ഞതാ നല്ല തിക്കായിട്ടുള്ള വെള്ളം കിട്ടും. അപ്പോൾ ഇത്രയും തിക്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതിനും കുറച്ചുകൂടി വെള്ളം ചേർത്താൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ 3 ലിറ്റർ വെള്ളം പ്ലെയിനായിട്ട് കുടിക്കാൻ പറ്റാത്ത ആൾക്കും കുറച്ചതിൽ ജീരകം ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇളം ചൂടോടെ കുടിക്കാം. നെക്സ്റ്റ് ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 ബോയിൽഡ് എഗ്ഗാണ്. അപ്പോൾ ഇന്നത്തെ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റൈസ് ഫ്രീ, അതായത് ഇന്ന് അരി കൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പത്തൽ, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി 2 മുട്ടയാണ് കഴിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ പ്രോട്ടീൻ റിച്ചും ആണ്, നമുക്ക് നല്ല ഹെൽത്തിയാണ്. 2 മുട്ട കാമ്പടക്കാണ് കഴിക്കുന്നത്, വെള്ളം മാത്രമൊന്നുമല്ല. അപ്പം നെക്സ്റ്റ് ഇതാ ലഞ്ചിനേക്കുള്ള പരിപാടിയാണ്. ക്യാരറ്റും ബീൻസും വെച്ചിട്ടുള്ളൊരു തോരനാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത്, റൈസ് കൊണ്ടുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ഒരുവിധം നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. പിന്നെ നമ്മളെ കിച്ചൺ പണിയിലും നമുക്ക് നല്ലൊരു റിലീഫാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചോറും നമ്മുടെ പത്തിലും ദോശയൊന്നും ഇല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ബാക്കിയുള്ള പണി ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഇന്ന് ഞാൻ ജസ്റ്റ് തുടങ്ങിയതുകൊണ്ട് ഒരു ടാർഗറ്റ് വെച്ച് ഇന്ന് റൈസ് കൊണ്ടുള്ള ഒരു ഭക്ഷണവും ഞാൻ ഉപയോഗിക്കുന്നില്ലാന്ന്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചോറൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ എത്രയാണോ നോർമലി ഫുഡ് കഴിക്കുന്നത് തീരെ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ നേരെ പകുതി എടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയെങ്കിലും ശ്രമിക്കാൻ നോക്കുക എല്ലാവരും. ഇപ്പം ഞാനിവിടെ വെജിറ്റബിൾ കുറച്ചധികം തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ലഞ്ചിന് ഇന്ന് ചപ്പാത്തിയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 ചപ്പാത്തി കഴിച്ച് ചെയ്തിട്ട് കുറച്ചധികം തന്നെ വെജിറ്റബിളിൽ തോരൻ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറ് ഏകദേശം നമുക്ക് വിശപ്പില്ലാത്ത രീതിയിൽ ഫുള്ളാവും. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വിശന്ന് പൊരിഞ്ഞ് കഷ്ടപ്പെട്ടൊന്നും ഒരിക്കലും ഡയറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വയററിയാത്ത രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ, അങ്ങനെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളാണ് ഏതായാലും ബീൻസും ക്യാരറ്റും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 1/2 ഗ്ലാസ്, 1 ഗ്ലാസ്, അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ 2 ഗ്ലാസ്, അങ്ങനെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായി പറ്റുന്നെങ്കിൽ വൈകുന്നേരം കഴിയുമ്പോഴേക്ക് തന്നെ ആ ഒരു 2 ബോട്ടിൽ ഫിനിഷ് ചെയ്യണം. ഇനി ഇതാ തോരൻ ഉണ്ടാക്കാൻ പോയെന്ന്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ കടുക് കാച്ചുമല്ലോ, അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കും. അപ്പോൾ ഇനി മുതൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നല്ലോണം അളന്നിട്ടൊഴിക്കൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമലി ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ നോക്കിയിട്ടുള്ളത്, അതായത് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഓയിൽ ഒഴിക്കുള്ളൂ.
അതുപോലെ തന്നെ ഉപ്പും നല്ലോണം അളന്നിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഉപ്പും അധികം അത്ര നല്ലതൊന്നുമല്ല. ബ്രാഹ്മിൻസിൻ്റെ ഹിമാലയൻ സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്, പിങ്ക് സാൾട്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. പിന്നെ ഇന്ദുപ്പാണെങ്കിലും വളരെ നല്ലതാണ് ഡയറ്റിനൊക്കെ. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുക സാൾട്ട്. അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നന്നായിട്ട് ഉപ്പിട്ട് കഴിച്ച് ശീലിക്കുന്നവരാണ് കുറച്ച് ശീലിക്കുക. കാരണം അതൊക്കെ കിഡ്നിക്കൊക്കെ വളരെ മോശമാണ്. പിന്നെ ഓയിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓയിൽ ഒഴിക്കാൻ നിൽക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ തേങ്ങയൊക്കെ അരമുറി ചിരകി അങ്ങനെ തന്നെ അതിലേക്ക് ഇടാറാണ് പതിവ്. അപ്പോൾ ഇനി എല്ലാ അളന്നും തൂക്കിയും ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെജിറ്റബിൾ കുറച്ച് അധികം തന്നെ ഉള്ളതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കുക സാധാരണ പോലെ തന്നെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം, ഓയിൽ, ഉപ്പ്, തേങ്ങ ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. സാധാരണ ഉപയോഗിക്കുന്നതിലും അളവ് കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതാ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല 2 ചപ്പാത്തി. അപ്പോൾ രാവിലെ അറിയാമല്ലോ 2 മുട്ട കഴിച്ചുകൊണ്ട് കാര്യമായിട്ട് അങ്ങ് ഫുള്ളായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. വെയിറ്റ് ലോസിന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ചധികം തന്നെ വെജിറ്റബിൾസ് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വാങ്ങി വെച്ചിട്ടുണ്ട്. ലഞ്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി 1 ക്യാരറ്റ്, 2 കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ ക്യാബേജ്, ലെറ്റ്യൂസ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് നമുക്ക് മാറി മാറി വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നിതാ ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ട്, പിന്നെ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഹിമാലയൻ സാൾട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് ലെമൺ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് സവാളയും ചേർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഒലീവ്സും ചേർക്കുന്നുണ്ട്, ബ്ലാക്ക് ഒലീവ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാലഡിലുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫുഡ് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരുപാട് വിശക്കാണ്ടിരിക്കുക. നമ്മൾ വിശന്ന് ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സാലഡോ അതുപോലെ തന്നെ ഈ കുക്കുംബർ മാത്രമാണ്, ഒരു കുക്കുംബർ ഫുള്ളായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാരറ്റിൻ്റെ പകുതി, അങ്ങനെ നമുക്ക് വിശപ്പ് വരുന്നതിന് മുമ്പേ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല, വളരെ കുറഞ്ഞ അളവിൽ. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ പകുതി വിശപ്പങ്ങ് അടങ്ങിക്കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ ഒരു 3-4 സ്പൂൺ എടുത്ത് കഴിച്ചാൽ നമ്മളെ വിശപ്പങ്ങ് മാറിക്കിട്ടും. പിന്നെ ഈവനിങ് ഒരു 3 മണിയൊക്കെ ആയതിനു ശേഷം നമ്മൾ പുറത്ത് പോകാൻ റെഡി ആവുകയെന്ന്. അപ്പോൾ ഇതാ പോപ്കോൺ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ പോപ്കോണൊക്കെ കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൽ, അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ചേർത്തിട്ട് ആക്കുന്നത്. അപ്പോൾ ഞാനിത് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്ന് ഇരുന്ന് കഴിക്കുന്നില്ല, പോകാനുള്ള തയ്യാറെടുപ്പിലുള്ളത്. ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇതാ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഞാൻ ആക്കുന്നുണ്ട്, പിന്നെ നമ്മൾ നെയ്ബറും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ സാലഡ് കുറച്ചാക്കി ഇതിലും വെച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള ആൾക്കാരുടെ മിക്കവാറുടെയും ഡയറ്റ് പൊളിയെന്ന് വെച്ചാൽ വീക്കെൻഡിലാണ്. കാരണം നമ്മൾ നോർമലി നമ്മുടെ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം, പിന്നെ മക്കൾക്കൊക്കെ സ്കൂളില്ലാത്ത ദിവസം എല്ലാം കൂടി ഒന്ന് അടിച്ച് പൊളിക്കുന്നത് വീക്കെൻഡിലാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഡേയ്സിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയിൽ നമുക്ക് സുഖമായിട്ട് അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല, എത്ര ദിവസം, പക്ഷെ എന്നാലും ഞാനൊരു 1 മന്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഡയറ്റിൽ തന്നെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കൃത്യമായി നിങ്ങളെ അറിയിക്കാം. ഇത് ഡേ 1 ആണ്. അപ്പോൾ ഇതാ ഇന്ന് ഡയറ്റ് തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ്ങിൽ ഗ്രില്ല് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ വലിയ ടെൻഷനില്ല. കാരണം അത്ര ഓയിലി അല്ല, പിന്നെ റൈസും വരുന്നില്ല ഇതിൻ്റെ കൂടെ, അതുകൊണ്ട് വലിയ ടെൻഷനില്ല. ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. തക്കീറ ബീച്ചിൻ്റെ അടുത്തുള്ള മാംഗ്രൂവ്സ് ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ദൂരെ കണ്ടില്ലേ, അതാണ് അൽഖോർ സ്റ്റേഡിയം, വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് തുറക്കുന്ന സ്റ്റേഡിയമാണ്. അപ്പോൾ അതിന് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. വളരെ നല്ല ക്ലൈമറ്റും വളരെ നല്ല സ്കൈ വ്യൂ ഉള്ളത്, മുകളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ആണ് ഈവനിങ് ടൈമിൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതുപോലെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല കാഴ്ചയായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടി നിർത്തി കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ടാണ് പോയത്. മക്കളൊക്കെ നല്ല ഹാപ്പിയിലാണ്, അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്, പിന്നെ പിങ്ക് കളറിലെ കുറച്ച് ചെടികളുണ്ട്. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണ്.
ഇതൊരു തരം പുറ്റു പോലെ ഉണ്ടല്ലേ. ഓക്കെ, നേരെ ഏകദേശം ഇരുട്ടിയപ്പോഴേക്കും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കൂടെ. അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് പിന്നെ ഗ്രിൽ ചിക്കനും ഒരു ഗുബൂസാണ് ഞാൻ കഴിച്ചത്. പിന്നെ നോർമലി ഗ്രിൽ ചിക്കൻ്റെ കൂടെയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡയറ്റ് ഡേ തന്നെയാണ് നിന്നത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ വരുന്ന ദിവസങ്ങളുടെ അപ്ഡേഷനൊക്കെ ഞാൻ അറിയിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.